നമ്മൾ ഈ പേപ്പർ കൊണ്ടാണ് പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കാൻ പോണത്. പെൻസിൽ ഹോൾഡർ എന്നല്ല, പേനയും പെയിന്റ് ബ്രഷൊക്കെ നമുക്ക് ഇട്ട് വെക്കാം. പിന്നെ പറയുമ്പോ പെൻസിൽ ഹോൾഡർ എന്നല്ലേ പറയുള്ളൂ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കളർ പേപ്പേഴ്സ് ആണ്. കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് എടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ആദ്യം തന്നെ 4 സൈഡും 21 സെന്റിമീറ്ററിൽ കട്ട് ചെയ്യാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പശ വെച്ച് ഒട്ടിക്കുക. മെഷർമെന്റ് കറക്റ്റ് ആയില്ലെങ്കിൽ സംഭവം ശരിയാവില്ല കേട്ടോ. ഇതേപോലെ 6 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇന്ത്യയിൽ ഈ പേപ്പർ ആകെ 3 കളേഴ്സ് ഉണ്ടായുള്ളൂ. 6 എണ്ണം ഡിഫറെന്റ് കളറാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം. ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഓരോന്നും പശ നല്ലോണം ഉണങ്ങിയതിന് ശേഷം വേണം അടുത്തത് ഒട്ടിച്ചു കൊടുക്കാൻ. ഞാനാണെങ്കിൽ പശ ഉണങ്ങണതിന് മുമ്പ് തന്നെ അടുത്തത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ വിട്ട് പോഞ്ഞായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് എടുത്തു. പിന്നെ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ താഴത്തെ പരിപാടിയാണ്. താഴെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണേക്കാളും നല്ലത് കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കണതായിരിക്കും. ഒട്ടിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പരിപാടി തോന്നിയത്. കാരണം പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് കീറിപ്പോയാലോ. പിന്നെ ഞാൻ മാറ്റാനൊന്നും നിന്നില്ല. കാര്യം ഇതിന്റെ അടിയിൽ വെച്ചു കൊടുത്താൽ മതി. സംഭവം അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. കാര്യം എത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ആണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.